ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവരുടെ ആകെയുള്ള പ്രതീക്ഷ അവണിമോള്. അനുവേട്ടനെ മീരെടുത്തിയുടെയും ജീവനാവള്. അവൾക്കൊരു പോറൽ പറ്റിയ പോലും മീരെടുത്തി അനുവേട്ടനും പിന്നെ ജീവിച്ചിരിക്കില്ല. സച്ചി ഒരു കാര്യം ചെയ്യേ, ഒരു ടാക്സി വിളിച്ച് വൈഫിന്റെ വീട്ടിലേക്ക് അയക്കേ. ഇവരും വേണമെങ്കിൽ പോയിക്കോട്ടെ, സച്ചി മാത്രം ഇവിടെ നിന്നാ മതി. ഇല്ല, എന്റെ കുഞ്ഞിനെ കിട്ടാതെ ഞാൻ എവിടേക്കും പോവില്ല. എനിക്കൊരു കുഴപ്പമില്ല സർ. ഇവരെല്ലാരും ഇവിടെ നിൽക്കുമ്പോ ഞാനിങ്ങനെ മനസ്സമാധാനത്തോടെ വീട്ടിലേക്ക് പോകുന്നേ. ആവണിമോളെ തിരികെ കിട്ടാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല. ആവണിമോളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. താൻ ഈ അവസ്ഥയിൽ ഇവിടെ ഇരിക്കണ്ട. സച്ചേട്ടാ. അർച്ചന, താൻ ഇനി ഒന്നും പറയണ്ട. ഞാനിപ്പോ തന്നെ ഒരു ടാക്സി വിളിക്കാം. നീ ഇവിടെ സൂചിച്ചിരുന്നോ? നിന്റെ അമ്മയും സഹോദരിയും നിന്റെ പെണ്ണുമുള്ളയും കൂടെ അവിടെ കിടന്ന് കട്ട കലിപ്പുണ്ടാക്കുക. അവര് നിന്റെ കാര്യത്തിന് വന്നൊന്നുമല്ല. പിന്നെ അവരെന്തിനാ വന്നേ? സ്കൂളിൽ പോയ നിന്റെ കൊച്ചിനെ ആ ചെങ്കൽ മധുവിന്റെ ആൾക്കാര് പിടിച്ചോണ്ട് പോയെന്നാ പറഞ്ഞത്. അയ്യോ, എന്റെ മോള്. കൊച്ചിനെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി കൊടുക്കാൻ വന്നതാ. അപ്പൊ ഒരുത്തിക്ക് ഒരു തളർച്ച. അവള് ഗർഭിണിയാണ് പോലും. സാർ, എനിക്ക് അവരൊന്ന് കാണണം. സാറേ, എന്റെ മോക്ക് എന്ത് പറ്റിയെന്ന് അറിയണം. ഞാനൊന്ന് അങ്ങോട്ട് പൊക്കോട്ടെ സാർ. നിനക്കിവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഞാനൊരു കാര്യം പറയാം. ആ മധുവായിട്ട് നീ മുട്ടിട്ടുണ്ടേ, നിന്റെയും കുടുംബത്തിന്റെയും കാര്യം പോക്ക. ഇതിപ്പോ അവന്റെ സഹോദരി ചത്ത കേസാ. നിന്നെ അവൻ വെറുതെ വിടുമെന്ന് തോന്നണില്ല. സാർ, എനിക്ക് അവരൊന്ന് കാണണം സാർ. അല്ലെങ്കിൽ അവരോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയൂ പ്ലീസ് സാർ. സാറേ, എന്റെ മോള്, അവളെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അവളെ രക്ഷിക്കണം സാർ. ഈശ്വര, എന്റെ മോള്. സച്ചേട്ടാ, ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ നിൽക്കട്ടെ. ഏയ്, അത് വേണ്ട. ഈ അവസ്ഥയിൽ തന്നെ കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ആവണിമോളെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. താൻ ചെല്ല്. വാ. വണ്ടി എടുത്തോ. ചേച്ചി, മോളുടെ കാര്യം എന്തായി? എന്തെങ്കിലും വിവരം കിട്ടിയോ? സച്ചേട്ടനെവിടെ? ചേച്ചി എന്താ ഒന്നും പറയാത്തെ? സ്റ്റേഷനിൽ പോയിട്ട് എന്തായി? ഒന്നും ആയില്ല. അവരന്വേഷിക്കുന്നുണ്ട്. അവിടെ വെച്ച് എനിക്കൊരു തളർച്ച വന്നു. സച്ചേട്ടനൊരു ടാക്സി വിളിച്ച് എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടു. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ അവർ വിളിക്കും. ദൈവമേ, എന്റെ ആവണിമോൾ കരുതാത്തൊന്നും സംഭവിക്കല്ല.
ചേച്ചി നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന? നന്ദേട്ടന് അപകടം പറ്റി, അനുപേട്ടൻ ജയിലിലായി, ഇപ്പൊ ആവണി മോളെ കാണാനുമില്ല. ഈ അവസ്ഥയില് എന്താ ചെയ്യേണ്ടെന്നോ എന്താ പറയണ്ടെന്നൊന്നും എനിക്കറിയില്ല. എങ്ങനെയെങ്കിലും ആവണി മോളെ അനുപേട്ടനെ രക്ഷിക്കണം. നിന്റെ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടിയില്ല. ഇതൊക്കെ സംഭവിക്കുന്ന എന്തുകൊണ്ടാണെന്നും എനിക്കറിയില്ല. അനുപേണ്ണെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനുള്ള ശ്രമത്തില്ല ഞങ്ങള്. അതിനിടയിൽ ആവണി മോളും കൂടി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അവള് സ്കൂൾ ബസ്സിൽ കയറിയിട്ടില്ല. ആരോ അവളെ കാറിൽ കയറ്റി കൊണ്ടുപോയെന്ന് മാത്രമാണ് വിവരം കിട്ടിയത്. എന്റെ ദൈവമേ, ആവണി മോള് കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ആളുകൾ ഉപദ്രവിക്കാൻ മടിക്കാത്ത കാലോ. ദിവസം ഇതുപോലെ എത്രയോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. കാണാതാവുന്ന പല കുഞ്ഞുങ്ങൾക്കും പിന്നെ എന്ത് സംഭവിക്കുന്നു പോലും ആരും അറിയുന്നില്ല. അതുപോലെ നമ്മുടെ ആവണി മോക്ക് സംഭവിച്ച പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ വിഷമിക്കണ്ട, അരുതാത്തൊന്നും സംഭവിക്കില്ല. വേണ്ടാത്തൊന്നും നീ ഇപ്പൊ ചിന്തിക്കണ്ട. നമ്മുടെ ആവണി മോള് തിരിച്ചു വരും, അവക്കൊന്നും സംഭവിക്കില്ല. നമ്മൾ ആദ്യം കൊഞ്ചിച്ചതും ലാളിച്ചതും എല്ലാം അവളെയാ. അവക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും എനിക്ക് വയ്യ. നമ്മൾ ഇത്രയും വിഷമിക്കുന്നുണ്ടെങ്കിൽ മീരടുത്തയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ആകെ തകർന്നു നിൽക്കുക പാവം. അവരുടെ ആകെയുള്ള പ്രതീക്ഷ ആവണി മോള്. അനുപേട്ടനെയും മീരടുത്തിയുടെയും ജീവനാ അവള്. അവൾക്കൊരു പോറൽ പറ്റിയാൽ പോലും മീരടുത്തി അനുപേട്ടനും പിന്നെ ജീവിച്ചിരിക്കില്ല. ജയിലിൽ കിടക്കുന്ന അനുപേട്ടൻ ഇതെങ്ങനെ സഹിക്കും? അവിടെ കിടന്ന് നിലവിളിക്കാൻ മാത്രമല്ലേ ആ പാവത്തിന് കഴിയൂ. നമ്മളിനി എന്താ ചെയ്യാ ചേച്ചി? എനിക്കറിയില്ല. ആവണി മോൾക്കൊന്നും വരുത്തല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ദൈവം നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കും. സച്ചേനും പോലീസുകാരും ഒക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ. ഞാൻ ഓർക്കായിരുന്നു, കുട്ടിക്കാലം മുതൽ ഞാൻ ചേച്ചിയുടെ കൈ പിടിച്ചാ വളർന്നത്. അച്ഛ ചേച്ചിയുടെ കൂടെയാണ് ഞാൻ കിടന്നുറങ്ങിയത്. ആവണി മോള് ജനിച്ചപ്പോഴും അവളെ ആദ്യം ഏറ്റുവാങ്ങിയത് ചേച്ചിയാ. ചേച്ചി എടുക്കുമ്പോ അവളൊന്ന് കരയ പോലും ചെയ്തിട്ടില്ല. മോളെ, പറയാതിരിക്കാൻ പറ്റുന്നില്ല ചേച്ചി. എന്റെ വിഷമങ്ങള് ഞാൻ ചേച്ചിയോടല്ലേ പറയാറ്. ചേച്ചിയുടെ നിഴലിൽ മാത്രമേ ഞാൻ എന്നും ജീവിച്ചിട്ടുള്ളൂ. ഞാൻ മാത്രല്ല, ഇവിടെ എല്ലാരും അങ്ങനെ തന്നെയാ. പക്ഷെ ഇപ്പൊ ദുരിതങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി. നമ്മളെങ്ങനെ തേടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല.